ഉണ്ണുണ്ണിച്ചായനോ? അന്ന് ക്ലബിൽ നിന്ന് കണ്ടാ പിന്നെ കണ്ടില്ലല്ലോ. എനിക്കൊരു ലായേഴ്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആശുപത്രിയിലാണെന്നും വയറ് കഴിയുന്നൊക്കെ പറഞ്ഞു കേട്ടു. ഓ, അതെന്റെ ഒരു ഹോബിയാണ്. കൂടെ കൂടെ വയറ് കഴിയുന്നു. എന്ത് കഴിയൂടെ? അതെന്തിന്? പുറം മാത്രം നന്നായിരുന്നാ പോരാ, അകം കൂടെ നന്നായിരിക്കണം. നീ ഇയാളെ നീനയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തിയത്? അതെ. ഇയാളിപ്പോ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു പറയുന്നല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്ത. നിങ്ങളല്ല ഭർത്താവിന്റെ അടുത്തുനിന്ന് ഭാര്യ കാമുകനെ വിളിച്ചു മാറ്റി പരസ്യമായിട്ട് സ്വന്തം ഈ ലോകത്തിന് ആദ്യമായിട്ടാണ്. ഇന്ന് ഞാനതിന്റെ അവസാനം. ഹലോ, സോറി ഡോക്ടർ. നീന വന്നിട്ടുണ്ട്. നമുക്ക് വേഗം ഇവിടെ ഇവിടെ സത്യമാണോ നീ പറയുന്നത്? അതെ, നീന ബോബിയുടെ ഭാര്യയാണ്. ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞു. ദൈവാധീനം കൊണ്ട് ബ്രെയിന് തകരാറൊന്നുമില്ല. പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. താടിയെല്ലിന് അടിയേറ്റതുകൊണ്ട് സംസാരിക്കാനാവില്ല. ഒരാഴ്ചത്തേക്ക് അനങ്ങാനും പാടില്ല. തലയിലെ മുറി ഉണങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. ഡോക്ടർ, അടിച്ചവന്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ? അയാൾക്കൊന്നും ഓർമ്മയില്ല. അല്ല, ഒരു ചെറിയ ചായയെങ്കിലും എങ്ങനെ ഇരിക്കുമെന്നൊരു. ആദ്യത്തെ അടിക്ക് തന്നെ ബോധം പോയി. എങ്ങനെ കാണാനാ? പണം കടം വാങ്ങി ആരുവാണെന്നാ പോലീസ് റിപ്പോർട്ട്. ഓ, രക്ഷപ്പെട്ടു. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. ബോബി, ടെലിഗ്രാം വന്നിട്ടുണ്ട്. എന്തിന്? നാളെ കാലത്ത് മണികണ്ഠം വരുന്നു. ഒന്നിപ്പോഴച്ച മൂന്നെന്നാണടാ. ഇപ്രാവശ്യം ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ. എല്ലാത്തിനെയും നാളെ ഞാൻ കൊല്ലുവടാ.